ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് JWST ഉപയോഗിച്ച് NGC 4486b എന്ന ഗാലക്സിയെ നിരീക്ഷിച്ചതിന്റെ ഫലങ്ങൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. NGC 4486b എന്ന ഗാലക്സിയുടെ ഇരട്ട ന്യൂക്ലിയസിന്റെ ഡബിൾ ന്യൂക്ലിയസ് പ്രത്യേകതകളാണ് ഈ നിരീക്ഷണങ്ങളിലൂടെ പുറത്തുവന്നത്. NGC 4486b വിർഗോ ക്ലസ്റ്ററിന്റെ വിർഗോ ക്ലസ്റ്റർ മധ്യഭാഗത്തുള്ള ഒരു ഒതുങ്ങിയ ദീർഘവൃത്താകൃതിയിലുള്ള ഗാലക്സിയാണ്. ഹബ്ബിൾ സ്പേസ് ടെലിസ്കോപ്പ് HST നിരീക്ഷണങ്ങൾ പ്രകാരം ഈ ഗാലക്സിക്ക് ആൻഡ്രോമിഡ ഗാലക്സിക്ക് സമാനമായി ഒരു ഇരട്ട ന്യൂക്ലിയസ് ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇവ തമ്മിൽ ഏകദേശം 39 പ്രകാശവർഷം അകലമുണ്ട്. ഇരട്ട ന്യൂക്ലിയസിന്റെ ഉത്ഭവം ഇപ്പോഴും അനിശ്ചിതമായി തുടരുന്നു. കേന്ദ്രത്തിലെ ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളിനെ SMBH ചുറ്റുന്ന ഒരു എക്സെൻട്രിക് സ്റ്റെല്ലാർ ഡിസ്ക് കാരണമാകാം ഇതെന്നാണ് ഒരു സാധ്യത. ഈ ന്യൂക്ലിയസിന്റെ ഉത്ഭവം കൂടുതൽ വ്യക്തമാക്കുന്നതിനായി ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിന്റെ JWST നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോഗ്രാഫ് NIR സ്പെക് ഉപയോഗിച്ച് ഒരു സംഘം ജ്യോതിശാസ്ത്രജ്ഞർ NGC 4486bയെ പഠിക്കാൻ തീരുമാനിച്ചു. ഈ പഠനത്തിൽ NGC 4486bയിലെ ഇരട്ട ന്യൂക്ലിയസിന്റെ ഫോട്ടോമെട്രിക് കൈനമാറ്റിക് പ്രത്യേകതകൾ അവർ അന്വേഷിച്ചു. JWST നിരീക്ഷണങ്ങളിൽ NGC 4486bക്ക് ഏകദേശം 65.2 പ്രകാശവർഷം വ്യാസമുള്ള ഒരു പരന്ന കാമ്പ് ഫ്ലാറ്റ് കോർ ഉണ്ടെന്ന് കണ്ടെത്തി. NGC 4486bയുടെ ഇരട്ട ന്യൂക്ലിയസിന് കാരണം ആൻഡ്രോമിഡ ഗാലക്സിയിലെ പോലെ ഒരു എക്സെൻട്രിക് ന്യൂക്ലിയർ ഡിസ്ക് എൻഡ് ആണെന്നാണ് പൊതുവെ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ SMBH കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 19.5 പ്രകാശവർഷം അകലെയാണെന്ന് തിരിച്ചറിഞ്ഞു. ഗാലക്സിയുടെ എതിർവശത്തുള്ള നക്ഷത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് ഏകദേശം 16 km/s വേഗതയിൽ വ്യതിയാനമുണ്ട്. ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ ആഘാതം കാരണം ഒരു SMBHയുമായി ബന്ധിപ്പിച്ച വൃത്താകൃതിയിലുള്ള നക്ഷത്ര ഡിസ്കിനെ ഒരു എക്സെൻട്രിക് ഡിസ്കായി മാറ്റാൻ കഴിയുമെന്നാണ് ഈ സിദ്ധാന്തം അനുമാനിക്കുന്നത്. ഇത് ആൻഡ്രോമിഡ ഗാലക്സിയുമായി സാമ്യമുള്ളതാണ്. NGC 4486bയുടെ ഇരട്ട ന്യൂക്ലിയസിന്റെ പ്രത്യേകതകളും ബ്ലാക്ക് ഹോളിന്റെ പിണ്ഡവും അടിസ്ഥാനമാക്കി SMBHന് ഏകദേശം 340 km/s വേഗതയിൽ ഒരു റിക്കോയിൽ കിക്ക് ലഭിച്ചതായി ഗവേഷകർ കണക്കാക്കുന്നു. അത്തരമൊരു കിക്കിന് ശേഷം 30 ദശലക്ഷം വർഷത്തിനുള്ളിൽ SMBH ഗാലക്സിയുടെ കേന്ദ്രത്തിലേക്ക് തിരികെ എത്തുമെന്ന് അവർ പ്രവചിക്കുന്നു. ഇത് താരതമ്യേന സമീപകാലത്ത് നടന്ന ഒരു ലയനത്തിനു ശേഷമുള്ള SMBH ഡൈനാമിക്സ് പഠിക്കാനുള്ള ഒരു അസുലഭ അവസരമാണ് നൽകുന്നത്. പഴയതും ശാന്തവുമായ ഒരു ഗാലക്സിയാണെങ്കിലും NGC 4486bയിലെ SMBH അടുത്തിടെ ലയിച്ചതായി തോന്നുന്നു. ഇത് പോസ്റ്റ് മെർജർ SMBH ഡൈനാമിക്സ് പഠിക്കാൻ ഒരു മികച്ച അടുത്തുള്ള ലബോറട്ടറിയാക്കുന്നു.